ഓക്കെ, ഇൻഷാല്ലാ. നമ്മളിന്ന് ഒരു കണക്ഷൻ മെഡിറ്റേഷൻ ആണ് ചെയ്തത്. നമ്മുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിലാണോ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവേണ്ടത്, എവിടെയും നമുക്കൊരു കണക്ഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അത്രമാത്രം കണക്ഷൻക്ക് പ്രാധാന്യമുണ്ട്. ആ ഒരു കണക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, എവിടെ നോക്കുകയാണെങ്കിലും നമുക്കറിയാൻ വേണ്ടി പറ്റും എല്ലാം ഒന്ന് ഒന്നിനോട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യാവയവവും ആന്തരിക അവയവവും തമ്മിൽ കണക്ഷനാണ്. നമ്മൾ അറിയാതെ, നമ്മൾ കാണാതെ നമ്മുടെ ആന്തരിക അവയവങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുപോകുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമ്മളിലേക്ക് നമ്മുടെ ബാഹ്യ അവയവവുമായി കണക്റ്റഡ് ആണ്. ആ ആന്തരിക അവയവങ്ങളോട് ബാഹ്യ അവയവം കണക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഈ ഒരു നിമിഷവും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു കണക്ഷൻ തുടങ്ങുന്നത് നമ്മളുടെ ജന്മമെടുക്കുന്ന ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മുടെ റൂഹ് 4-ാം മാസത്തിൽ ഊതപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ കണക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ആ സമയം മുതൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിനേക്കാളും ഒരുപാട് നേരത്തെ, അതിനേക്കാളും ഒരുപാട് മുമ്പിലേ നമ്മൾ കണക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ ആരംഭിച്ചത്? ഉമ്മാന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഞാനും നിങ്ങളും ഉടലെടുക്കുന്നുണ്ട് എങ്കിൽ ഒരു മാതാവിന്റെയും പിതാവിന്റെയും കണക്ഷനാണ്, അല്ലെ? ആ ഒരു മാതാവും പിതാവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ കണക്ഷനിക്ക് വേണ്ടി ആദ്യമായി അവർ തമ്മിൽ കണ്ടുമുട്ടുക, കണക്ഷൻസ്. അവർ തമ്മിൽ വിവാഹാലോചന നടക്കുക, കണക്ഷൻസ്. അവർ തമ്മിൽ വിവാഹം കഴിക്കുക, കണക്ഷൻ. അവർ തമ്മിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുക, കണക്ഷൻ. ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഈ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഇന്ന് ഉണ്ടാവാനുള്ള കാരണമായത്. അങ്ങനെ ഒരു സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ, ഒരു സങ്കീർണമായ തുടക്കത്തിലൂടെ ആണ് ഞാനും നിങ്ങളും തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഭൂമി തന്നെ സൃഷ്ടിക്കാൻ കാരണവും സൃഷ്ടിച്ചതും ഒരു കണക്ഷനായിട്ട് തന്നെയാണ്. അങ്ങനെ സകലതും കണക്ട് ചെയ്ത് പോകുമ്പോൾ മാത്രമേ അത് എന്താവുള്ളൂ, അത് കറക്റ്റ് ഒരു പ്യൂറായ ഒന്നായി മാറുള്ളൂ. അങ്ങനെ ആ ഒരു പ്യൂറായ ഒന്നിലേക്ക് ആ കണക്ട് ചെയ്ത് പോകുമ്പോൾ പ്യൂറായ ഒന്നിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളും എത്തിപ്പെടുന്നത് നമ്മളെ ഒന്നായ ഏകനായ ഇലാഹിലേക്ക്. ഏകനായ ഇലാഹ് മാത്രം ഏകനല്ലാതെ വേറെ ഒന്നും ഏകത്വത്തിലില്ല എന്ന് കാണിക്കുന്നതിനാണ് ഓരോന്നിനും കണക്ഷൻസ്. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ, ഏതെങ്കിലും ഒരു ജീവജാലങ്ങളുണ്ടോ, ഏതെങ്കിലും ഒരു വസ്തുക്കളുണ്ടോ? എല്ലാത്തിനും കണക്ഷൻസ്. കണക്ഷൻ ഇല്ലാത്തത് നമ്മളുടെ റബ്ബ് മാത്രം. റബ്ബ് ഏകനാണ്, ഏകനാണ്, ഏകനാണ്. അത് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ തട്ടി ഓർമ്മിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച ഒരു പാഠപുസ്തകം പോലെ ഉള്ളതാണ് ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും. നമ്മൾ നമ്മുടെ അകക്കണ്ണ് തുറന്നുകൊണ്ട്, നമ്മുടെ കണ്ണൊന്ന് തുറന്നു നോക്കിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ 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 സെക്കൻഡുകളിലും, ഓരോ കണക്ഷനുകളിലും നമുക്ക് നമ്മുടെ ഇലാഹിനെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നാം നമ്മുടെ ഇലാഹിനെ ഓരോന്നിലും കണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ഇലാഹിന്റെ ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് ഇടപഴകിക്കൊണ്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കണക്ഷൻസ് നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് ഞാനും നിങ്ങളും അഹങ്കാരത്തിന്റെ വക്കിലേക്ക്, അല്ലെങ്കിൽ താന്തോന്നിത്തരത്തിന്റെ വക്കിലേക്ക്, അല്ലെങ്കിൽ നിരീശ്വരത്തിന്റെ വക്കിലേക്ക്, അങ്ങനെ ഏതുമായിക്കോട്ടെ, നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു കറക്റ്റായ റൂട്ടിനെ നമ്മൾ വ്യതിചലിക്കുമ്പോൾ മാത്രമാണ് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അവെയർ ആവാൻ നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണും തുറന്ന് നോക്കിയാൽ മാത്രം മതി.
നമ്മുടെ ശരീരത്തിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നോക്കേണ്ട. ഞാനും നിങ്ങളും എന്നും കൂടെ കൊണ്ട് നടക്കുന്ന എന്റേതാണെന്ന് പറഞ്ഞ് നമ്മൾ ചെത്തി മിനുക്കി വെക്കുന്ന നമ്മുടെ ഈ ഒരു ശരീരത്തിന്റെ ഒരു ബാഹ്യാവയവമായി നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ ബാഹ്യാവയവത്തിന്റെ ആന്തരിക അവയവങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ അകക്കണ്ണ് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം നമ്മളൊന്ന് നോക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പ്രാപ്തനായാൽ മതി, നമുക്ക് നമ്മുടെ ഇലാഹിലേക്ക് അടുക്കാൻ. ഇലാഹിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ പണ്ഡിതൻ തന്നെ എല്ലാവർക്കും ആവണമെന്നില്ല, അതെല്ലാവർക്കും പറ്റുന്ന വിഷയമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇലാഹിലേക്ക് അടുക്കാൻ പറ്റുക നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മിലേക്ക് അടുക്കുമ്പോഴാണ്. അതുകൊണ്ട് നാം ആദ്യം ചെയ്യേണ്ടത് നാം നമ്മിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. നാം നമ്മിലേക്കല്ല അടുക്കുന്നുള്ളത്, പകരം പുറത്തുനിന്നുള്ള സകല വസ്തുക്കളിലേക്കുമാണ്. പുറത്തുനിന്നുള്ള സകല സർവ്വ വസ്തുക്കളിലേക്കുമാണ് നമ്മുടെ അടുപ്പം കൂടുതൽ കൂടുതൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നാം നമ്മിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാലോ, പുറത്തേക്ക് പോകും തോറും നാം നമ്മിൽ നിന്നിങ്ങനെ അകലും, പുറത്തങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ അകൽച്ച നമ്മളെ നമ്മുടെ ഇലാഹിൽ നിന്നും അകറ്റാനുള്ളൊരു കാരണവും ആയി വരും. അതേസമയം നാം പുറം ലോകത്തെ കാണാൻ വേണ്ടി, പുറം ലോകത്തെ പഠിക്കാൻ വേണ്ടി, ഈ ഭൂമിയെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നാം നമ്മിലേക്ക് അടുത്തുകൊണ്ട്, നമ്മളെയും കൂടെ കൂട്ടിക്കൊണ്ട്, നമ്മുടെ സെൽഫിനെ കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ 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 തലങ്ങളിലൂടെ നമ്മുടെ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടി ഈ ഭൂമിയിലുടനീളം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മളുടെ ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമുക്കറിയാൻ വേണ്ടി പറ്റും, എത്രയോ പേര് ബ്രെയിനിനെ കുറിച്ചിട്ട് മാത്രം പഠിച്ചിട്ട് ദീനുൽ ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും, ബ്രെയിനിന്റെ ന്യൂറോൺസിനെ കുറിച്ചിട്ടും, ബ്രെയിനിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടും, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും പഠിച്ചുകൊണ്ട് മാത്രം ഇലാഹിനെ മനസ്സിലാക്കുകയും ദീനുൽ ഇസ്ലാമിലേക്ക് വരികയും ചെയ്ത എത്രയോ പേരുകളുണ്ട്. പക്ഷേ നമ്മൾ എന്നും ഏറ്റവും മുകളിൽ കൊണ്ട് നടക്കുന്ന നമ്മളുടെ ബ്രെയിനിനെ കുറിച്ചിട്ട് നമുക്ക് എന്തറിയാം? അങ്ങനെ നാം നമ്മുടെ ഓരോ ഓരോ ശരീര അവയവങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് എന്തറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ട്? എത്രയും ഡീപ്പായി പ്രവർത്തിക്കുന്ന നമ്മളുടെ ആന്തരിക അവയവങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ആ ആന്തരിക അവയവങ്ങളെ കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് പുറത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന നമ്മളെ ബാഹ്യ അവയവങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്തറിയാം? ഓരോ ബാഹ്യാവയവവും ആന്തരിക അവയവവുമായി ഏത് രീതിയിലാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്തറിയാൻ വേണ്ടി പറ്റും? ഈ ഒരു രീതിയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ റെഡിയാക്കി സൃഷ്ടിച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ ഇലാഹിനല്ലാതെ വേറൊരാൾക്ക് പറ്റും? എന്നിട്ടും നമ്മളുടെ ആന്തരിക അവയവങ്ങളെ അത്രമാത്രം കാണാൻ ഒരു ചുറുക്കില്ലാത്ത രീതിയിലുള്ള ആ രീതിയിലുള്ള സെറ്റപ്പിനെ മുഴുവനായും മനോഹരമായി പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ മനോഹരമായ ഒരു ഘടനയിൽ സൃഷ്ടിച്ചൊരുക്കി വെച്ച നമ്മളുടെ നാഥ, നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓരോ ആന്തരിക അവയവങ്ങളും നമുക്ക് ചില വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ നമുക്ക് കാണാറുണ്ടായിരിക്കും. അതങ്ങനെ കാണുന്ന സമയത്ത് ആ അവയവങ്ങളെ എല്ലാം ക്രമീകരിച്ച് ക്രമപ്പെടുത്തി ഏത് ഓർഡറിലാണ് അത് വെക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഓർഡർ നമ്മുടെ ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഇലാഹിനെ നാം എത്ര സെക്കൻഡ് ഒരു ദിവസത്തിൽ ഓർക്കാറുണ്ട്? അതല്ലെങ്കിൽ എത്ര മിനിറ്റ് നാം ഒരു ദിവസത്തിൽ ഓർക്കാറുണ്ട്? നമുക്ക് ഒരു സെക്കൻഡ് പോലും നമ്മളുടെ റബ്ബിനെ കുറിച്ചിട്ട് ഓർക്കാതെ, നമ്മുടെ റബ്ബിന്റെ അടുത്തല്ലാതെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും നിങ്ങളും നമ്മളുടെ ശരീരം.
ഇൻഷാ അല്ലാ നമുക്ക് കൂടുതലായി ഒരു ആയിക്കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റട്ടെ ഇൻഷാ അല്ലാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കണക്ഷൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് നമ്മളെ ആ ഒരു നമുക്ക് കണക്ഷൻ ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന്റെ, ഇനി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോയാലും നമുക്ക് കണക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു കണക്ഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പോലും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യണം എന്നൊക്കെ നമ്മളെടുത്ത് പറയുന്നത്. നാം ഒറ്റപ്പെട്ടു പോവുകയല്ല, നാം നമ്മളിൽ നിന്ന് അകന്നാലും നാം മരണപ്പെട്ടാലും നമ്മൾ അവിടെയും നമ്മൾ കണക്ഷൻസിലാണ്. കണക്ഷൻ ഇല്ലാതെ നമുക്ക് എവിടെയും ജീവിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെല്ലാം ഒറ്റപ്പെട്ട് കിടക്കണം വിചാരിക്കുന്ന നമ്മുടെ ഖബറിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കണക്ഷൻസ് വേണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണക്ഷനെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ കണക്ട് ചെയ്യാനും ആ കണക്ഷൻസിനെ ഏറ്റവും പ്യൂറായ രീതിയിൽ കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും വേണ്ടി പറ്റട്ടെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഓക്കെ ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ പറ്റിയെന്നറിയില്ല, എല്ലാവരും ജോയിൻ ആവുന്നതൊക്കെ പറയുന്നുണ്ട്. എന്താണ് സംഭവം? റെക്കോർഡ് കേൾക്കുന്നവർ ഒന്ന് പ്രതികരിക്കണം. ക്ലാസ്സുകളുടെ ടൈമാണോ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ക്ലാസ്സിന്റെ ശൈലിയാണോ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, എന്താണ് ജോയിൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇടയ്ക്ക് എന്നുള്ളതിന്റെ ഒരു റീസൺസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് അറിയിക്കണം. റെക്കോർഡുള്ളവർക്ക് കൂടിയിട്ടാണ് ഇതിൽ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.